നവാബ് എന്നൊരു നാട്ടിൽ സേട്ടും അവന്റെ ഭാര്യ ഉണ്ടായിരുന്നു. സേട്ടുന്റെ വലിയ ധാന്യത്തിന്റെ വ്യാപാരമായിരുന്നു. അതുകൊണ്ട് അവന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ജോലിക്കുണ്ടായിരുന്നു. അവന്റെ അടുത്ത് അത്രയും കാശുണ്ടായിരുന്നെങ്കിലും അവന്റെ മനസ്സ് ശരിയല്ലായിരുന്നു. അവൻ ഭയങ്കര ഫ്രോഡായിരുന്നു. സേട്ടുവിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവന്റെ ഭാര്യ. അവരുടെ പേരാണ് ശാന്തി. അവര് വളരെ നല്ല മനസ്സുള്ള സ്ത്രീയായിരുന്നു. വേഗം ജോലി ചെയ്യ, ഇതെല്ലാം വേഗം ചുമന്നോണ്ട് പോകൂ. ഈ ജോലിയെല്ലാം തീർത്തില്ലെങ്കിൽ നിങ്ങൾക്കെന്നാ ശമ്പളം കിട്ടില്ല. എല്ലാരും ഭയങ്കര മടിയന്മാരാണല്ലോ. അവരെപ്പോഴും അവരുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, വെറുതെ അവരെയൊക്കെ വഴക്കും പറയുമായിരുന്നു. നെല്ല് കൊടുക്കണ ദിവസം എല്ലാ ജോലിക്കാരെയും നെല്ല് വാങ്ങാനായി ലൈനിൽ നിർത്തി. വേഗം തന്നെ എല്ലാവരും കൈ പതിപ്പിച്ച അവരവരുടെ ശമ്പളം മേടിച്ചോണ്ട് പോകൂ. ഇതെന്താ ചെയ്യണത്? ഒരുപാട് കാശ് വാങ്ങിച്ചിട്ട് ഫിംഗർ പ്രിന്റ് എടുത്ത് അവർക്ക് കുറച്ച് കാശ് കൊടുക്കുകയാണോ? ഇങ്ങനെ ചെയ്താൽ ദൈവം പൊറുക്കത്തില്ല. ഇവിടെ ശ്രദ്ധിക്ക, നീ നിന്റെ ജോലി മാത്രം നോക്കിയാ മതി. കച്ചവടത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഉള്ള കാശ് മുഴുവൻ ഈ ദരിദ്രർക്ക് കൊടുത്താൽ ഞാൻ ഇവരെ പോലെയാകും. പക്ഷേ അത് അവര് കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശല്ലേ. ആ കാശിനെ ഇങ്ങനെ പറ്റിക്കാമോ? ഞാൻ നിന്നോടൊന്ന് പറഞ്ഞു. നീ പോയി നിന്റെ ജോലി നോക്ക്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ഭാര്യ നോക്കി, അവര് ധാന്യത്തിനുള്ളിൽ ഒരുപാട് കല്ലും മണ്ണും ഒക്കെ ചേർക്കണുണ്ടായിരുന്നു. ഇതെന്താ ചെയ്യണത്? എന്താ ഇതിന്റെ ഉള്ളിൽ ഇത്രയും കല്ലും മണ്ണും ഒക്കെ ചേർക്കണത്? ഇത് ഭയങ്കര തെറ്റാണ്. അതിനെന്താ, എല്ലാം ഇങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും മായം ചേർത്താലേ എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടൂ. ഇതിന്ന് ഇങ്ങനെ ചെയ്യുന്നോണ്ട് എനിക്ക് നല്ല ലാഭമാ. അവരുടെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യണ കണ്ട് അവരൊരുപാട് വിഷമിച്ചു. എന്നിട്ട് അവര് പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് വിചാരിച്ചു. അദ്ദേഹം ഭർത്താവായ കൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ പോയി. ഒരു ദിവസം അവിടെ ജോലി ചെയ്യണ ആൾ കരഞ്ഞോണ്ട് പറഞ്ഞു, അങ്ങുന്നേ എന്റെ ഭാര്യയ്ക്ക് നല്ല സുഖമില്ല. കുറച്ച് പണമുണ്ടെങ്കിൽ തരുവോ? എന്നെ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കൂ. ഇല്ലെങ്കിൽ അവള് മരിച്ചു പോകും. നിന്റെ ഭാര്യ മരിച്ചാലെന്താ, ജീവിച്ചാലെന്താ? ഞാനെന്ത് വേണം? ഞാനിവിടെ സത്രമൊന്നും തുറന്നു വെച്ചിരിക്കുകയല്ല. പോ, വെറുതെ സമയം കളയാനായിട്ട്. ഇതെന്താ എങ്ങനെ പറയണത്? ആ പാവപ്പെട്ട ആളെ ഹെൽപ്പ് ചെയ്തൂടെ? നിങ്ങൾക്ക് പുണ്യെങ്കിലും കിട്ടില്ലേ? ചുമ്മാ ഇത്രയും കാശ് ഇവിടെ കിടക്കണ, അത് വെച്ച് എന്ത് ചെയ്യാൻ പോവാ? ഇവരെ കുറിച്ച് പറഞ്ഞ് എന്റെ സമയം കളയരുതേ. പോയി നിന്റെ ജോലി നോക്ക്. അതേ രാത്രി നാട്ടിൽ ദാടി വെച്ച ഒരാള് അവിടെ വരും. ഇതാ, ഈ പണം ഇരിക്കട്ടെ. ഈ പണം കൊണ്ട് നിന്റെ ഭാര്യയെ ചികിത്സിക്ക. പക്ഷെ നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ സഹായിക്കുന്നത്? ഇത് നിങ്ങൾക്കുള്ള കാശാന്ന് കരുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് തിരിച്ചു തരാനാ ഞാൻ വന്നത്. നിങ്ങൾ അധികം ഒന്നും ആലോചിക്കണ്ട. ഇത് വെച്ച് ഭാര്യയെ ചികിത്സിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ആ ദാടി വെച്ച ആൾ അവിടെ നിന്ന് പോകും. ഇത് മനുഷ്യനല്ല, സത്യമായും ഇത് ഈശ്വരൻ തന്നെയാ. ഉറപ്പായും എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. മെല്ലെ മെല്ലെയായി ഈ കാര്യം നാട്ടിലെല്ലാരും അറിയാൻ തുടങ്ങി. ഒരാൾ കഷ്ടപ്പെടുമ്പോ അവരെ സഹായിക്കാൻ ഒരാൾ എത്തുമെന്ന് നാട്ടിലെല്ലാരും അറിയാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ, അങ്ങുന്നേ, അത് എന്റെ മകളുടെ കല്യാണമാണ്. ആ കല്യാണത്തിന് വേണ്ടി കുറച്ച് കാശ് വേണമായിരുന്നു. ഞാൻ എന്റെ ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ ജോലി ചെയ്യാനാ സമയം ചെലവഴിച്ചത്. ഈശ്വരനെ ഓർത്ത് എന്നെ ഒന്ന് സഹായിക്കൂ. ഉറപ്പായും അങ്ങ് തരുന്ന കാശ് ഞാനിവിടെ ജോലി ചെയ്ത് വീട്ടിക്കൊള്ളാം. എപ്പോ നോക്കിയാലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒന്ന് കാശ് ചോദിച്ചോണ്ടേയിരിക്കും. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് തരാനല്ല കാശ് സമ്പാദിക്കുന്നത്. പോയി ജോലി നോക്ക്. ഇല്ലെങ്കിൽ നിനക്കിവിടെ ജോലി കാണില്ല. ഒരു ദിവസം സേട്ടു പറയണത് കേട്ട് അയാൾ അവിടുന്ന് പോകും. അതേ ദിവസം രാത്രി ആ ദാടി വെച്ച ആള് അയാളുടെ വീട്ടിലേക്ക് ചെല്ലും. ഇതാ പണം. നിങ്ങളുടെ മകളുടെ കല്യാണം നന്നായി നടത്ത്. ഈ പണം ഉപയോഗിച്ച് ആഘോഷമായി നിങ്ങൾ മകളുടെ കല്യാണം നടത്തുക. നിങ്ങൾ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വളരെ നന്ദി. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു. എന്നാൽ ഇവിടെ സഹായം കിട്ടാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. വളരെ കഷ്ടപ്പാടിലവര്. നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? ഈ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും സഹായം ചെയ്യുമോ? ആർക്ക് സഹായം വേണമെങ്കിലും ഒരു കുറിപ്പ് എഴുതിയിട്ട് ക്ഷേത്രത്തിലുള്ള ശിവന്റെ ശിലയ്ക്ക് മുന്നിൽ വെക്കുക. ആ സന്ദേശം എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെയുള്ളവരെ ഞാൻ ഉറപ്പായും സഹായിക്കും. ആ മനുഷ്യൻ ദാടി വെച്ച ആള് പറയണ കേട്ട് ഒരുപാട് സന്തോഷിക്കും. നാട്ടിലെല്ലാവർക്കും ഈ കാര്യം അറിയാൻ തുടങ്ങും. രാത്രി ഞങ്ങൾ പാവങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. അങ്ങനെ എല്ലാരും അത് മനസ്സിലാക്കുന്നു. ഇവിടെ നോക്കൂ, അദ്ദേഹത്തെ ശിവൻ അയച്ചതാന്ന് തോന്നുന്നു. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതാന്ന് തോന്നുന്നു. അതൊരു പ്രേതമാണെന്നാ എനിക്ക് തോന്നുന്നത്. കാരണം അയാള് രാത്രിയല്ലേ വരുള്ളൂ. പക്ഷെ മനുഷ്യനാണെങ്കിൽ പകലും വരേണ്ടതല്ലേ? ഇവിടെ നോക്കടാ, ആരാണേലും കുഴപ്പമില്ല. അയാൾ ഇനി എങ്ങാനും വല്ല കള്ളനും ആയിരിക്കുമോ?
നാട്ടിൽ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരുന്നു. അതാരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നാട്ടിലുള്ള എല്ലാവർക്കും അത് ദൈവത്തിനെ പോലെയാണ്, അവരുടെ കഷ്ടത്തില് അവരുടെ കൂടെ നിൽക്കുന്ന ആള്. പക്ഷെ മെല്ലെ മെല്ലെ ഈ കാര്യം സേട്ടു അറിയുന്നു. ആരാണ് ഈ മഹാൻ? എനിക്കൊന്നും അറിയണമല്ലോ. ഇത്ര വലിയ മഹാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ പണം മോഷ്ടിച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയാണെന്നോ? വെറുതെ വിടില്ല ഞാൻ. സേട്ടു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരു പാവപ്പെട്ടവനെ പോലെ അവന്റെ കഷ്ടത്തിനെയൊക്കെ കത്തിലെഴുതി അവിടെ കൊണ്ട് വെച്ചു. ആ കത്തിനെ എന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് വെച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് അവൻ പോയി. പക്ഷെ അപ്പൊ തന്നെ അവന്റെ കാശ് ഓർമ്മ വരുന്നു. ശരി, എണ്ണി നോക്കാന്നും പറഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൽ കാശ് കുറവായിരിക്കും. അയ്യോ, ഇവിടെ 20 ലക്ഷം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ 15 ലക്ഷമല്ലേ ഉള്ളൂ. അയ്യോ, 5 ലക്ഷം രൂപ എവിടെ പോയി? ഈ ലോക്കറിന്റെ ചാവി എന്റെ അടുത്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാരെങ്കിലും മോഷ്ടിച്ചതാണോ? ഇവിടെ ഇരുന്ന കാശ് ആരാണോ എടുത്തത്? ഇതാരും അറിയണ്ടെന്ന് കരുതി വീട്ടിലെ വേലക്കാര് പോലും കാണാതാ ഞാൻ ഇത് മാറ്റി വെച്ചത്. അങ്ങനെയുള്ളപ്പോ ഇവിടെ ഇരുന്ന കാശ് എവിടാണോ പോയത്? അവരുടെ ലോക്കറിന്ന് കാശ് എങ്ങോട്ട് പോയെന്നും പറഞ്ഞ് അവർക്ക് ഓർക്കമേ വന്നില്ല. രാത്രിയുമായി. പക്ഷേ ആ പാവങ്ങളുടെ ദൈവത്തിനെ കാണണമെന്ന് അയാൾക്ക് തോന്നുന്നുമില്ല. പക്ഷെ എന്നാലും സേട്ടു ആ അമ്പലത്തിന്റെ പിറകിൽ ചെല്ലും. സേട്ട്, നീയും കുറിപ്പ് എഴുതിയോ? നിന്റെ കുട്ടിയുടെ ചികിത്സയ്ക്ക് കാശ് വേണമെന്നോ? ആ, പക്ഷേ നീ കോടീശ്വരനല്ലേ? അങ്ങനെയുള്ളപ്പോ എന്തിനാ കള്ളം പറഞ്ഞ് എന്നെ നീ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? അത് നിങ്ങൾ ആരെന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ ശരിക്കും സഹായം ചെയ്യുന്ന ആളാണോ? പറയൂ, ഈ താടിക്ക് പുറകിലുള്ള ശരിക്കുമുള്ള മുഖം നിങ്ങൾ ആരാ? നിങ്ങളുടെ ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഉത്തരമില്ല. ഉപകാരം ആവശ്യമുള്ളവർ എന്നെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോകും. സേട്ടും അവന്റെ വീട്ടിലേക്ക് വന്ന് ചേരും. അവൻ ഉറങ്ങുന്നു, തിരിയുന്നു, പക്ഷെ ഉറക്കമേ വരണില്ല. കാശ് എങ്ങനെ കാണാതെ പോയെന്ന ചിന്ത ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആരോ ഉള്ളി വരണ പോലെ ഉണ്ട്. ഇത്രയും രാത്രിയില് ആരാ വീട്ടിലേക്ക് വരുന്നത്? ഞാൻ കണ്ണടച്ചിട്ട് ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കാം. കുറച്ചു നേരത്തിൽ ആരോ ആ റൂമിന്റെ ഉള്ളിൽ നടന്നു വരുന്നു. എന്നിട്ട് ലോക്കർ ഓപ്പൺ ചെയ്യുന്നു. സേട്ടു പിറകുന്ന പോയി അയാളെ പിടിക്കുന്നു. കള്ളൻ, കള്ളനെ ഞാൻ പിടിച്ചു. സേട്ട്, ബഹളമുണ്ടാക്കണ്ട. ഞാൻ കള്ളനല്ല, താങ്കളുടെ ഭാര്യയാണ്. എന്റെ ഭാര്യ ഒരു ആണിന്റെ വേഷത്തിലോ? സേട്ടു പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യുന്നു. ആ കള്ളൻ അവന്റെ ശരിക്കുമുള്ള മുഖം സേട്ടുവിന് കാണിക്കുന്നു. ഈ കള്ളൻ വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. ഇപ്പൊ കുറച്ചു നേരത്തെ മുമ്പ് സംസാരിച്ചിട്ട് വന്നില്ലേ, അതും ഞാൻ തന്നെയാ. നിങ്ങളുടെ ലോക്കറിൽ നിന്ന് കാശ് എടുത്തിട്ട് ഈ നാട്ടിലുള്ള പാവങ്ങൾക്ക് സഹായിച്ചതും ഞാൻ തന്നെയാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പാവങ്ങളെ പറ്റിക്കില്ലെന്ന്, അവരുടെ കാശിനെ എടുക്കണ്ടെന്ന്. പക്ഷെ നിങ്ങൾ കേട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കൂ ശാന്തി. നീ ചെയ്തതാണ് ശരി. പാവങ്ങളെ സഹായിക്കണം. ഇനി മുതൽ എല്ലാവരോടും ഞാൻ ദയവുള്ളവനായിരിക്കും. എല്ലാവരെയും ഞാൻ ഉറപ്പായി സഹായിക്കും. അന്ന് തൊട്ട് സേട്ടു ശരിയായി. അദ്ദേഹം അന്ന് തൊട്ട് എല്ലാരെയും സഹായിക്കാൻ തുടങ്ങി. വളരെ നല്ല മനുഷ്യനായി മാറി. പക്ഷേ അന്ന് തൊട്ട് ജനങ്ങളെ സഹായിക്കാൻ ഒരാളല്ല 2 പേരായി മാറി.